നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കാർലോ ആഞ്ചലോട്ടി റയൽ മാഡ്രിഡ് വിടുന്നത് പരിഗണിക്കുന്നു. ഈ വാർത്ത ദി അത്ലറ്റിക് ആണ് റിപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള മരിയോ കോർട്ടെഗാന വിശദമായിട്ടിത് ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. അതിൽ ബ്രസീലിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് അതുകൊണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് ആഞ്ചലോട്ടി പോകുന്നത് എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ശരിയാണ്, ബ്രസീലിൽ നിന്ന് ചില ശ്രമങ്ങളുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഇപ്പോൾ അതുമാത്രമല്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ഒന്ന് 4 വർഷക്കാലമായിട്ട് ക്ലബിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെയർ ആൻഡ് ടിയർ അദ്ദേഹത്തെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ഡൗട്ട്ഫുൾ ആണ് എന്ന് ക്ലബിൽ നിന്നുള്ള ചില ആളുകൾ പ്രസ്സിലേക്ക് ലീക്ക് ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം തൃപ്തനല്ല, അതിൽ അദ്ദേഹത്തിന് അസംതൃപ്തിയുണ്ട്. അതോടൊപ്പം തന്നെ സാബി അലോൺസോയുമായിട്ട് ക്ലബ്ബ് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പറഞ്ഞ പോലെ പരസ്യമായ രഹസ്യമാണ്. അത് അഞ്ചലോട്ടിക്കും അറിയാം. അപ്പോൾ അത് തൻ്റെ ഭാവി അത്ര സുരക്ഷിതമല്ല എന്ന തോന്നൽ അഞ്ചലോട്ടിക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകൻ ഈ സീസൺ അവസാനത്തോടു കൂടി റയൽ വിടുകയാണ്, അതായത് അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫ് വിടുകയാണ് എന്നുള്ളത് കൂടി പരിഗണിക്കുമ്പോൾ ആഞ്ചലോട്ടിക്ക് പുറത്തേക്ക് പോകാൻ താല്പര്യമുണ്ട്. അദ്ദേഹം അത് പരിഗണിക്കുന്നു. അതായത് സീസൺ കഴിഞ്ഞ് അദ്ദേഹം അങ്ങ് പോകുമെന്നല്ല, പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നു, അത് അദ്ദേഹം പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മരിയോ കോർട്ടെഗാന റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും റയൽ മാഡ്രിഡ് ഇപ്പോഴും വിശ്വസിക്കുന്നത് കാർലോ ആഞ്ചലോട്ടിക്ക് റയലിൽ തുടരാൻ തന്നെയാണ് ആഗ്രഹമെന്നാണ്. ഏതായാലും കാത്തിരുന്ന് കാണണം. അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിന് ശേഷം ഈ കാര്യത്തിൽ ഒരു തീരുമാനം വരുമെന്ന് ഉറപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.